ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നൊരു 4 മണിക്കൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. എന്തിനെ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത് കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് ദിവസം അറിയിക്കാനുള്ളൊരു വാർത്താ സമ്മേളനമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷന് സമയമായി. അപ്പോൾ ഈ പറഞ്ഞ വോട്ടെടുപ്പ് ദിവസം ഏപ്രിൽ 9 സംസ്ഥാന സർക്കാർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൂഷ്യലാണ്. കാരണം ഈ ഒരു ഇലക്ഷനാണ് UDF തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ കാണുന്നൊരു ഇലക്ഷൻ. അല്ലെങ്കിൽ LDF വീണ്ടും ഒരു 3ാം കുറി തന്നെ LDF വീണ്ടും വരുമോ എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റുന്നത്. അതുമല്ലെങ്കിൽ BJP ഒരു സർപ്രൈസ് വിന്നർ ആവാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ 3 പാർട്ടികളാണ് ഇവിടെ കേരളത്തിൻ്റെ ലീഡിങ് പാർട്ടീസ്. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 3 പാർട്ടിക്കും ഇതിലെ ഒരു ശക്തമായ ചാൻസ് കാണുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം LDF ആൻഡ് UDF തമ്മിലാവും കൂടുതൽ കോമ്പറ്റീഷൻ. അതിൽ തന്നെ ഭരണവിരുദ്ധ പ്രതിഭാസം UDF കൂടുതൽ അനുകൂലപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ LDF ഒട്ടും പിന്നിലുമല്ല. കാരണം LDF നിങ്ങൾക്കറിയാമല്ലോ, ഇത്തവണ ഒരുപാട് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ് LDF കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ ബെനിഫിഷ്യറീസ് കൂടാണ് LDF. സോ അവർക്ക് അതിനായിട്ടുള്ളൊരു വലിയ ചാൻസ് കാണുന്നുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ മെയ് 9 ഇതിൻ്റെയൊക്കെ ഒരു വോട്ടെണ്ണലിൻ്റെ റിസൾട്ട് കാണുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയണമല്ലോ. എന്തായാലും ഞാനിത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സൈനിങ് ഓഫ്, ദിസ് നവനീത്.